ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുകയാണ്. ഈശോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഈശോയെ അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. മറിയം എന്ന പെൺകുട്ടിയുടെ അടുത്ത് ദൂത് വരികയാണ്, ഗബ്രിയേൽ ദൂതൻ. വലിയ വലിയ വാർത്തകളാണ് പറയുക വരാൻ പോകുന്ന രക്ഷകനെ കുറിച്ച്. ഈ സംഭാഷണത്തിൻ്റെ അന്ത്യത്തിൽ ഈ പെൺകുട്ടി ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ ദൂതിന് മുമ്പിൽ, സ്വർഗത്തിൻ്റെ ദൂതിന് മുമ്പിൽ ആ പെൺകുട്ടി പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നീ പറയുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എത്ര വിധേയത്തോടു കൂടിയ സ്വർഗത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുക. നിന്റെ ജീവിതത്തിൽ സ്വർഗം തരുന്ന ദൂതുകൾക്ക്, സ്വർഗം തരുന്ന തോന്നിപ്പുകൾക്ക്, സ്വർഗം തരുന്ന പ്രേരണകൾക്ക് നീ വില കൊടുക്കുന്നുണ്ടോ? ക്രിസ്മസിന് ഒരുങ്ങുന്ന ഈ അവസരത്തിൽ സ്വർഗത്തെ ബന്ധപ്പെടുത്തി നീ ചിന്തിക്കണം. ദൈവിക പദ്ധതികൾക്ക് എത്രത്തോളം നീ ചെവി കൊടുക്കുന്നുണ്ട്? എത്രത്തോളം നിന്റെ ജീവിതത്തിലെ, കുടുംബത്തിലേക്ക് കടന്നു വരാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ട്? സ്വർഗത്തിൻ്റെ പദ്ധതികൾ നിന്നിൽ പൂവണിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ പോകും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോയെ, നിന്റെ ദൂതുകൾക്ക് വില കൊടുക്കുവാനായിട്ട്, വിധേയപ്പെടുവാനായിട്ട് ഈ വ്യക്തിയെ നീ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. ഈ ദിവസത്തിന് വേണ്ടതായ അനുഗ്രഹങ്ങളും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കും. എല്ലാ പ്രാർത്ഥനകൾക്കും നിന്റെ നാമത്തിൽ ഉത്തരവുണ്ടാകും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉന്നതൻ നീ, അത്യുന്നതൻ